തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. ആനയെ കയറ്റാൻ വനം വകുപ്പ് അധികൃതർ ശ്രമിച്ചെങ്കിലും ആന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. മതിലകം കൂളിമുട്ടം AM-UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോ ബ്രിക്ക് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചെരിഞ്ഞു. വീഴ്ചയിൽ തലയ്ക്കേറ്റ പരിക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചെരിയാൻ കാരണം. ഏകദേശം 5 വയസ്സുള്ള കൊമ്പനാണ് കുഴിയിൽ വീണത്. വ്യാഴാഴ്ച രാവിലെയാണ് ആനയെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ കണ്ടത്. ആനയെ കയറ്റാൻ വനം വകുപ്പ് അധികൃതർ ശ്രമിച്ചെങ്കിലും ആന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കൃത്യമായി ശ്വാസം കിട്ടാത്ത അവസ്ഥയും ആനയ്ക്കുണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞു. ഏകദേശം 5 വയസ്സുള്ള കൊമ്പനാണ് കുഴിയിൽ വീണത്. വനം വകുപ്പിലെ ഡോക്ടർ OB മിഥുൻ എത്തി നടത്തിയ പരിശോധനയിലാണ് ആന ചരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. കരിങ്കൽ കെട്ടിയ ഇടുങ്ങിയ കുഴിയിൽ വീണ ആനയെ രക്ഷപ്പെടുത്താൻ 4 മണിക്കൂറോളമായി ശ്രമം നടന്നിരുന്നു. ആനയുടെ പിൻകാലുകൾ ചെളിയിൽ താഴ്ന്നുപോയ നിലയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആനയെ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടത്. കുഴിയുടെ മുകളിലേക്ക് തലയും തുമ്പിക്കൈയും ഉയർത്തിയിരുന്ന ആന പിന്നീട് അവശനിലയിലാവുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കുഴിയിലെ കല്ലും മണ്ണും ചെളിയും നീക്കി തുടങ്ങിയപ്പോഴും ആന തുമ്പിക്കൈയും കാലുകളും അനക്കുന്നുണ്ടായിരുന്നു. പിൻകാലുകൾ മണ്ണിൽ നിന്ന് ഉയർത്തി ആന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനക്കമില്ലാതായത്. പിന്നീട് ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴാണ് ആന ചെരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. ആനയെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം പാലപ്പിള്ളി വനാതിർത്തിയിൽ സംസ്കരിക്കും. ചാലക്കുടി DFO വെങ്കിടേശ്വർ, പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ രതീഷ്, വരന്തരപ്പിള്ളി പഞ്ചായത്ത് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പുലർച്ചെ മുതൽ എലിക്കോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയാണ് കുഴിയിൽ വീണതെന്ന് കരുതുന്നു. ആന കുഴിയിൽ അകപ്പെട്ട ശേഷം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. മതിലകം കൂളിമുട്ടം AM-UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോ ബ്രിക്ക് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്ക ബ്രിക്ക് നിർമ്മിക്കുന്നത്. ഏകദേശം 350 ഗ്രാമിന് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ ഇക്കോ ബ്രിക്കിലും ശേഖരിക്കുന്നു. ഏകദേശം 2000 ഇക്കോ ബ്രിക്കുകൾ നിർമ്മിക്കാനായി 700 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും സമീപത്തുള്ള MCFൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ശേഖരിച്ചത്. കുട്ടികളുണ്ടാക്കിയ ഇക്കോ ബ്രിക്ക് ഉപയോഗിച്ച് 1000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടിച്ചട്ടി വയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട്. കുളത്തിൽ 500ഓളം മീനുകളെ വളർത്തുന്നുണ്ട്. അക്വാപോണിക്സ് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. നമ്മുടെ ഈ പദ്ധതിയുടെ ഈ വിദ്യാലയത്തിലോട്ട് കൊണ്ടുവന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ PM അബ്ദുൾ മജീദ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്ലാസ്റ്റിക് രഹിത വിദ്യാലയം എന്ന പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിദ്യാലയത്തിലോട്ട് ശേഖരിച്ച് 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് നിറയ്ക്കുക. ഒരു പ്രത്യേക രീതിയിലാണ് അത് നിറച്ചത്. എങ്ങനെ എക്കോ ബ്രിക്സുകൾ ഉണ്ടാക്കി ആ എക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്കോപോണിക് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നത്തിന് വളരെ ലളിതമായിട്ടുള്ളൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന മത്സ്യങ്ങൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദിന്റെ ആശയം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുത്തതോടെ പദ്ധതി വൻ വിജയമായി. ET ടൈസൺ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KK സഗീർ, പ്രധാനാധ്യാപിക KP അജിത, സ്കൂൾ ലീഡർ മുഹമ്മദ് റഫാൻ,
അധ്യാപകൻ VS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വേൾഡ് റോബോട്ടിക്സ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ സഹോദരിമാർ 3ാം സ്ഥാനം നേടി. ഇവർ നിർമ്മിച്ച റെസ്ക്യൂ ക്ലീൻ റോവേഴ്സ് എന്ന റോബോട്ടിക്സ് പ്രൊജക്റ്റാണ് ഈ വലിയ നേട്ടത്തിന് അർഹരാക്കിയത്. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്ന 2 റോബോട്ടുകളാണ് ഇവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ടർക്കിയിൽ വെച്ച് നവംബർ 28 മുതൽ 30 വരെ നടന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോബോട്ടിക്സ് ചാമ്പ്യൻഷിപ്പുകളിലൊന്നായ വേൾഡ് റോബോട്ടിക്സ് ഒളിമ്പ്യാഡ് ഫൈനലിൽ ഫ്യൂച്ചർ ഇന്നോവേറ്റേഴ്സ് വിഭാഗത്തിലെ എലമെൻ്ററി കാറ്റഗറിയിൽ 94 രാജ്യങ്ങളിൽ നിന്നുള്ള ലോകത്തിലെ ടെക്സാവികളായ മികച്ച കണ്ടുപിടുത്തക്കാരുമായി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ടീം അംഗങ്ങൾ ഹോളി ഗ്രേസ് അക്കാദമിയിലെ സഹോദരികളായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി കാത്തലിൻ മേരി ജീസണും 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ക്ലെയർ റോസ് ജീസണുമാണ് മത്സരിച്ച് ഗോൾഡ് മെഡലോടെ 3ാം സ്ഥാന ജേതാക്കളായത്. ഇവർ നിർമ്മിച്ച റെസ്ക്യൂ ക്ലീൻ റോവേഴ്സ് എന്ന റോബോട്ടിക്സ് പ്രൊജക്റ്റാണ് ഇവരെ ഈ വലിയ നേട്ടത്തിന് അർഹരാക്കിയത്. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കുന്ന 2 റോബോട്ടുകളാണ് ഇവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. വെള്ളപ്പൊക്ക അടിയന്തര സാഹചര്യങ്ങളിലും പരിസ്ഥിതി ശുചീകരണം മെച്ചപ്പെടുത്തുന്നതിനും ഉതകും വിധമാണ് ഇവർ ഈ റോബോട്ടുകൾക്ക് രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. ഈ റോബോട്ടുകൾക്ക് GPS സംവിധാനം വഴി ലൊക്കേഷൻ കൈമാറുന്നതിനും തത്സമയ ക്യാമറ ഫീഡ്, പരിസ്ഥിതി ഡാറ്റ തുടങ്ങിയവ നൽകുവാനും സാധിക്കും. ഇവരുടെ ഈ മികച്ച കണ്ടുപിടുത്തത്തിന് പേറ്റന്റിനായി ഇന്ത്യ ഗവൺമെന്റിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് കൊച്ചുമിടുക്കികളായ ഇവർ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിക് വേൾഡ് റോബോട്ടിക്സും അവരുടെ മെന്ററായ അഖില ആർ ഗോമസും മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകി. മീഡിയ ടൈം, മാള. ക്രിസ്തുമസ് സമ്മാനമായി ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. റെയിൽപാളത്തിന് മുകളിൽ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ പാലത്തിന്റെ ഭാരപരിശോധന നേരത്തെ നടന്നിരുന്നു. മേൽപ്പാലത്തിന്റെ പെയിന്റിംഗ് പ്രവൃത്തികളും കൈവരികളിലെ വിളക്കുകളും സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയായി. വിളക്കുകൾ കത്തിക്കാനുള്ള സോളാർ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മേൽപ്പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട്. സർവീസ് റോഡുകളിലേക്കുള്ള ലൈറ്റുകൾ സ്ഥാപിക്കൽ, സെൻട്രൽ സ്പാനിന്റെ പെയിന്റിംഗ് പ്രവൃത്തികൾ എന്നിവയുടെ പ്രവൃത്തികളും പൂർത്തീകരിച്ചു. അടിഭാഗത്ത് വാഹന പാർക്കിംഗ് സൗകര്യവും ഓപ്പൺ ജിമ്മും ഒരുക്കാൻ പദ്ധതിയുണ്ട്. ചെന്നൈ ആസ്ഥാനമായ കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. 2021 ജനുവരിയിലാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 298 മീറ്റർ നീളമുള്ള പാലത്തിന് 22.61 കോടി രൂപയാണ് ചിലവ്. MLA ആയിരുന്ന BD ദേവസിയുടെ ശ്രമഫലമായാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാല പദ്ധതി കൊണ്ടുവന്നത്. ഇതിനായി കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. പാലത്തിന്റെ ഇരുഭാഗത്തെയും നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചെങ്കിലും റെയിൽവേ പാലത്തിന് മുകളിലെ നിർമ്മാണം പൂർത്തീകരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമാണ് നിർമ്മാണം വൈകാൻ കാരണമായത്. റെയിൽവേ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി പ്രകാരം പണി പൂർത്തിയാകുന്ന 2ാമത്തെ റെയിൽവേ മേൽപ്പാലമാണ് ചിറങ്ങരയിലേത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോയ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവിന്റെ നേതൃത്വത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ സന്ദർശിച്ചിരുന്നു. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പാലത്തിന്റെ പ്രവൃത്തികൾ വേഗത്തിലായത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ചിറങ്ങരയിൽ നിന്നും മാള, കൊടുങ്ങല്ലൂർ, അന്നമനട, കാടുകുറ്റി ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്താനാകും. ഇതോടെ ദേശീയപാത കൊരട്ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകളിലേക്ക്. പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയും ഏർപ്പെടുത്തിയ 2024 അന്താരാഷ്ട്ര ശ്രീമദ് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിന് അർഹയായ സുമതി R നായർക്ക് വിവിധ നാരായണീയ സമിതികളുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. അന്നമനട എടയാറ്റൂരിലെ ആചാര്യയുടെ വസതിയിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ രാജൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ടെസി ടൈറ്റസ്, ശ്രീകുമാർ, ജലജ ദിലീപ്, സോമൻ, ജയന്തി മോഹനൻ, സിന്ധു ദിലീപ് എന്നിവർ സംസാരിച്ചു. സുമതി ചേച്ചി, ഞാൻ ഒറ്റ വാക്കിൽ ആശംസ പറയാൻ കേട്ടോ. ഈ ശിഷ്യഗണങ്ങളുടെ മുമ്പിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നെ പലപ്പോഴും ഒരു ടീച്ചറുടെ പോലെയല്ല, ഒരു അമ്മയെ പോലെ എൻ്റെ പല വിഷമതകളിലും എന്നോട് ചേർത്ത് നിർത്തി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്ന്, എന്താ പറയുക, ഒരു പ്രതിസന്ധികളെയൊക്കെ ഒന്ന് കൈ പിടിച്ച് ഒന്ന് നടത്താനായിട്ട് ഏറെ സന്മനസ് കാണിച്ചിട്ടുള്ള ആണ് നമ്മുടെ സുമതി ചേച്ചി.
തുടർന്ന് സുമതി ആർ നായർ മറുപടി പ്രസംഗം നടത്തി. ഞാനൊരു വ്യക്തിക്ക്, ഞാനെന്ന വ്യക്തിക്ക് മാത്രമുള്ളതല്ല. എൻ്റെ കുട്ടികളിലെ, എൻ്റെ സമിതികളിലെ പകുതി സമിതികളിലെ ആൾക്കാർ കുറച്ച് പേരെ ഇവിടെ എത്തിയിട്ടുള്ളൂ. പകുതി പേരൊന്നും അറിയിച്ചിട്ടുമില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ കുട്ടികൾ ഇവിടെ വന്ന് എല്ലാ ഇതിലെ ചടങ്ങിൽ പങ്കെടുത്ത് അവരുടെ മുമ്പിൽ എന്താണ് എനിക്ക് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കുട്ടികൾക്കിടെ സ്നേഹവും ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ ജീവിതം തന്നെ. ആചാര്യയുടെ ശിഷ്യർ, നാട്ടുകാർ, ബന്ധുക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 10 ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ ഒഡീഷ മുഖ്യമന്ത്രി, ഗോവ ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, സുപ്രീം കോടതി ജഡ്ജി, സാംസ്കാരിക നായകന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടക്കും. 25,000 രൂപയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചാലക്കുടി സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ഊട്ടുനേർച്ച തിരുനാൾ ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. രാവിലെ മുതൽ വിശ്വാസികളുടെ തിരക്ക് പള്ളി അങ്കണത്തിൽ അനുഭവപ്പെട്ടു. രാവിലെ 10:30 നടന്ന തിരുനാൾ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികനായി. ഊട്ടുനേർച്ച പള്ളി വികാരി ഫാദർ ജോൺസൺ പങ്കേത്ത് ആശീർവദിച്ചു. 10,000 പേർക്കുള്ള നേർച്ച സദ്യയാണ് ഒരുക്കിയിരുന്നത്. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല ഫെഡറേറ്റിംഗ് ആയിട്ടുള്ള അംഗീകൃത ചെസ് മത്സരമാണിത്. 100ഓളം പേർ മത്സരത്തിൽ പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ 9:30 E.T. ടൈസൺ MLA മത്സരം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സിനിമ സീരിയൽ താരങ്ങളായ ഷൈജൻ ശ്രീവത്സം, അമ്പിളി ഔസേപ്പ് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ്, ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പള്ളിയിൽ, സെക്രട്ടറി KB വത്സകുമാർ, അംഗങ്ങളായ KK സജീവൻ, KB സഹജാത്മൻ, KK സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം കമ്പനിക്കടവിൽ സ്വകാര്യ വ്യക്തി കടൽഭിത്തി പൊളിച്ചുമാറ്റിയെന്ന് ആരോപിച്ച് BJP പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സിബിൻ അമ്പാടി, സുരേഷ് പള്ളത്ത്, KG ദിലീപ്, മനോജ്, സുമേഷ് വളവത്ത്, ബാബു പോണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര നിലപാട് തിരുത്തുക, അദാനിയെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വല്ലൂർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. AIYF ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് PC സജിത്ത് അധ്യക്ഷത വഹിച്ചു. CPI ചാലക്കുടി മണ്ഡലം സെക്രട്ടറി CV ജോഫി, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക്, MD പ്രവീൺ, CM അഭിലാഷ്, KS സുനോജ്, ഷിനു പണിക്കവീട്ടിൽ, KK അനുമോൻ, ജോഫിൻ ജോസ് എന്നിവർ സംസാരിച്ചു. മാള ചക്കാമ്പറമ്പ് വിജ്ഞാനദായിനി സഭ, ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്, കൃപ ബോൺ ഇൻഡസ്ട്രീസ്, നിറ്റ ജലാറ്റിൻ, കൊച്ചി ഗിരിധർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോളോ അറ്റ്ലസ് ആശുപത്രി, സൈറ്റ് സേവേഴ്സ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ കാർഷിക മേളയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേള മെഡിക്കൽ ക്യാമ്പ് അവാർഡ് വിതരണം മനുഷ്യനും മണ്ണുമായി ബന്ധപ്പെട്ടതിനായിരിക്കും ഒറ്റ പരിപാടിയായി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. സാമൂഹ നന്മയാണ് എല്ലാ സംഘടനയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം റോട്ടറി ക്ലബും ചക്കാമ്പറമ്പ് വിജ്ഞാനദായിനി സഭയുമല്ല നിരന്തരം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നേത്ര പരിശോധനയും ജനറൽ ചെക്കപ്പും നടക്കുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ മലയാളികൾ വളരെയധികം മുൻപന്തിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, പണ്ട് 60-70 വയസ്സുള്ള വയസ്സിലും ജോലി ചെയ്യാൻ പറ്റാത്തവരുമായി തീർന്നിരിക്കുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി 60-70 വയസ്സുള്ളവർ ചുറുചുറുക്കോടെ നല്ല രീതിയിൽ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. അവർ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. രോഗം വരുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വിജ്ഞാനദായിനി സഭ പ്രസിഡന്റ് CD ശ്രീനാഥ്,
പഞ്ചായത്ത് അംഗം ജിയോ കുടിയൻ, പോളി സെബാസ്റ്റ്യൻ, അനീഷ് കുഞ്ഞപ്പൻ, CA അഭിലാഷ്, ബിനിൽ പ്രതാപൻ എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ AIYF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. K. അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പുനരധിവാസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളോ ഈ ദുരന്തത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ഈ ഒരു സമരത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം BJPക്ക് വേണ്ടി എല്ലാ സഹായവും, എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായവും നൽകുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു കാട്ടുകള്ളനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ പോലും ന്യൂയോർക്ക് ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള അറസ്റ്റ് വാറന്റ് അതിനുപോലും വിട്ടുകൊടുക്കാതെ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമ്മതിക്കാതെ BJP ഗവൺമെന്റ് ഗൗതം അദാനിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. MK ബാബു, VS ഗോപാലകൃഷ്ണൻ, PS അഭിലാഷ്, PS സനീഷ് കുമാർ, അഭിലാഷ് മോഹൻ, ലിബിൻ പ്ലാക്കൽ, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, പ്രിൻസ് കാച്ചപ്പള്ളി, MS അശ്വതി, KS അതുൽ, ഷിൻഡോ എടാട്ടുകാരൻ, KG നിതിൻ, ഹിരൺ ഹരിദാസ്, സുരേഷ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. ആനയെ കയറ്റാൻ വനം വകുപ്പ് അധികൃതർ ശ്രമിച്ചെങ്കിലും ആന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് വിദ്യാലയത്തിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിന് രൂപം നൽകി വിദ്യാർത്ഥികൾ. മതിലകം കൂളിമുട്ടം AM-UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇക്കോ ബ്രിക്ക് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.